ഹായ്, ഒരു സ്പെഷ്യൽ മസാല ചേർത്ത് നമ്മുടെ കരിമീൻ മപ്പാസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നല്ല തേങ്ങാപ്പാലിൻ്റെ സ്വാദുള്ള കരിമീൻ മപ്പാസ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തോട്ട് 1 ടീസ്പൂൺ പെരുംജീരകവും 2-3 ഏലക്കായും ഇട്ട് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട്. അതിനകത്ത് നമുക്ക് 2 സവാള, ഒരു കരിമീനിന് 1 സവാള വെച്ചിട്ട് സവാള സ്ലൈസ് ചെയ്തതും ഒരു 4-5 പച്ചമുളകും കൂടെ ഞാൻ സ്ലൈസ് ചെയ്ത് ഒന്ന് വാടിയാൽ മതി. ചെറിയ തീയിലൊന്ന് വാട്ടി നമുക്ക് അതിനെ എടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നല്ല ഫ്രഷ് കറി ലീവ്സും കൂടെ ഇട്ട് കൊടുത്താലോ, അതിൻ്റെയും കൂടെ ഫ്ലേവർ അതിനെല്ലാത്തിനും കിട്ടും. അപ്പോൾ നല്ല കറി ലീവ്സ് നമുക്ക്, അതായത് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഒരു മീഡിയം തീയിലിട്ട് മൂപ്പിച്ച് എടുത്താൽ മതി. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ആ പരുവം മതി. ആ പരുവത്തിൽ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ, ഇപ്പോൾ ഏകദേശം 2 കരിമീനിന് ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ, അതിൻ്റെ കൂടെ ഞാൻ ഒരു 3-4 കറി ലീവ്സും കൂടെ ഇട്ടിട്ട് അരച്ച്, അതൊരു ലൈറ്റ് ഗ്രീൻ കളർ വരുന്നത്, കരിവേപ്പിലയും കൂടെ അരച്ച് ചേർക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റും കൂടെ കിട്ടും. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചവ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ അരപ്പ് വഴറ്റുന്നതനുസരിച്ച് അതിന് സ്വാദ് കൂടുന്നത്, നമ്മുടെ ഗ്രേവിക്കുള്ള സ്വാദ് കൂടുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് അരപ്പൊക്കെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് 1 ടീസ്പൂൺ ക്രഷ്ഡ് നല്ല ചതച്ച കുരുമുളക്, അതെല്ലാം ഫ്രഷായിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ തന്നെ ചതച്ച് ചേർത്താൽ കുറച്ചും കൂടെ സ്വാദ് കിട്ടും. പിന്നെ ഗ്രേവിക്കും നമ്മളെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനെ നമുക്കൊന്ന് ഇതുപോലെ ചെറിയ തീയിൽ മീഡിയം തീയിലൊന്ന് വഴറ്റിയെടുക്കണം. അതൊക്കെ നന്നായിട്ട് വഴന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു 5-6 കഷ്ണം മതി. അതിങ്ങനെ ആ മപ്പാസിൻ്റെ കൂടെ നമ്മൾ കഴിക്കുമ്പം അതൊന്ന് കടിക്കുന്ന നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ആ തേങ്ങാക്കൊത്ത് കുറച്ച് വലിയ പീസസ് ആയിട്ട് നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2-ാം പാൽ, നാളികേരത്തിൻ്റെ 2-ാം പാൽ, ആ ഗ്രേവി 2-ാം പാലിൽ കിടന്ന് വേണം നമുക്ക് മീനിനെ ആദ്യം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് 2-ാം പാൽ ആഡ് ചെയ്ത് നന്നായിട്ട് തിളച്ചിട്ട് മാത്രമേ നമുക്ക് മീൻ ആഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കരിമീനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നല്ല ഫ്രഷ് കരിമീൻ, നല്ല വലിയ കരിമീൻ കിട്ടിയതുകൊണ്ട് നല്ല ഇത് ചപ്പാത്തിക്കും അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയും പോകും. അപ്പോൾ ഞാൻ കരിമീൻ ആഡ് ചെയ്തു. കരിമീൻ ആഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്കതിനെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കണം. എന്നിട്ട് അപ്പം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പാടായിരിക്കും. അപ്പോൾ മൂൾ വശത്തോട്ടൊക്കെ ആ തേങ്ങാപ്പാലിൻ്റെയും നമ്മുടെ മസാലയുടെയൊക്കെ ടേസ്റ്റ് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ട് അപ്പം തന്നെ നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം തീയിൽ ഒരു 5 to 7 മിനിറ്റ്സ് വരെ ആ മീനിൻ്റെ സൈസ് അനുസരിച്ച് നമുക്കതിനെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട് നമ്മുടെ മീൻ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ 2 ടൊമാറ്റോ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, നമ്മൾ പുളിക്ക് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, മപ്പാസിന് ടൊമാറ്റോയുടെ പുളിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ 2 ടൊമാറ്റോ നമുക്കതിനെ ലാസ്റ്റ് ഇറക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിനെ പിന്നെയും ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ ടൊമാറ്റോയുടെ ആ പച്ചച്ചവയൊക്കെ മാറി അതൊക്കെ ഒന്ന് വഴന്നല്ല, അതിനകത്ത് കിടന്നൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോയുടെ ടേസ്റ്റൊക്കെ ഗ്രേവിയിൽ വന്നിട്ടുണ്ട്. അതിനെ കുറേശ്ശെ നമുക്ക് ആ മീനിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്താൽ ആ മുൾവശത്തും അതെല്ലാം പരണ്ട് ഇരുന്നോളും ആ ടൊമാറ്റോ. അത് കഴിഞ്ഞ് ഫൈനലായിട്ട് നമുക്കതിൻ്റെ തലപ്പാൽ, നമ്മൾ 2-ാം പാലാണ് ആദ്യം ചേർത്തത്, തലപ്പാലും ആഡ് ചെയ്ത് കൊടുക്കുക. തലപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അധികം തിളപ്പിക്കേണ്ട. അതിങ്ങനെ ഒരു തിള വരുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല ക്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കരിമീൻ മപ്പാസ് റെഡിയാക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടാണ് ഉള്ളതാണ്. കുറച്ച് ഗ്രേവി ഉണ്ടാവും, വളരെ കുറച്ച് ഗ്രേവി. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റുന്ന റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഒന്ന് പ്രസ് ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ.